മിസ്റ്റി നൈറ്റ് 2024 കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിലെ വിദ്യാർത്ഥികളും ജീവനക്കാരുമായി 1000-ൽ പരം ആളുകൾ പങ്കെടുത്ത ക്രിസ്മസ് സന്ദേശയാത്ര കട്ടപ്പന ടൗൺ ചുറ്റി കരോൾ ഗാനങ്ങളും നിശ്ചല ദൃശ്യങ്ങളും പരിപാടിയുടെ മാറ്റ് വർദ്ധിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും. സെന്റ് ജോൺസ് അഡ്മിനിസ്ട്രേഷൻ ടീം, കോളേജ് ഓഫ് നഴ്സിംഗ്, കോളേജ് ഓഫ് ഫാർമസി, കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ്, നഴ്സിംഗ് സ്റ്റാഫ്, പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നീ ടീമുകൾ അണിനിരന്നു. ഡീക്കൻ അഖിൽ പത്തിൽ ക്രിസ്തുമസ് സന്ദേശം നൽകി. മറ്റുള്ളവർക്ക് വേണ്ടി വേറൊരാൾക്ക് വേണ്ടി ശുശ്രൂഷ നടത്താണ്. നമ്മളെല്ലാവരും ജോലി ചെയ്യും, മറ്റൊരാൾക്ക് വേണ്ടി സർവീസ് ചെയ്യുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്താണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞങ്ങൾ കടയിൽ പോയി സാധാരണ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ഒരു ഒട്ടും പറ്റത്തില്ലാത്ത അവസ്ഥയിലല്ല. ഒരു മനുഷ്യന് ഒന്നും സാധിക്കുന്നില്ലാത്ത ഒരു ബലഹീനമായ ഒരു അവസ്ഥയിൽ കഴിയുമ്പോൾ അവന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരാണ് ഡോക്ടർമാരും നഴ്സുമാരാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഞാൻ ക്രിസ്മസിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ക്രിസ്മസിന്റെ ഏറ്റവും വലിയ ഭാഗവാക്കുകളായ ഈ ലോകത്തിൽ നിന്ന് ഭാഗവാക്കുകളായ 2 വ്യക്തികളാണെന്ന് പരിശുദ്ധ മറിയവും വിശുദ്ധ യോസേഫും. പരിശുദ്ധ മറിയം നമുക്കറിയാം, വിശുദ്ധ മറിയം സാക്ഷാത്കാരി ഗർഭിണിയാണ്, 6 മാസം ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ അവളെ ശുശ്രൂഷിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മ കടന്നു പോകുന്നത്. ഷി വാസ് നോട്ട് എ നഴ്സ്, ഷി വാസ് നോട്ട് എ രജിസ്റ്റർഡ് ഡോക്ടർ, ബട്ട് അവർ പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയെ, മറ്റൊരു വ്യക്തിയെ അവരുടെ ആവശ്യത്തിൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി കടന്നു ചെല്ലുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പരിശുദ്ധ അമ്മയും ഗർഭിണിയാണല്ലേ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് പരിശുദ്ധ അമ്മ അല്ലെ. സെക്കൻഡ് ട്രൈമസ്റ്റർ 6 മാസം കഴിഞ്ഞാണ്. മിനി സ്റ്റേഡിയത്തിൽ നടന്ന ഫ്ലാഷ് മോബിൽ സ്റ്റാഫ് നഴ്സുമാരും കോളേജുകളിലെ കുട്ടികളും പങ്കെടുത്തു. അവിടെ ഹോൾഡ് 2 ഉം 3 ഉം. വെറൈറ്റി കേൾക്കണം.
ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുമ്പറമ്പിൽ നന്ദി പറഞ്ഞു. റാലി തിരിച്ച് ആശുപത്രിയിലെത്തിയപ്പോൾ നടത്തിയ ആകാശവിസ്മയം എല്ലാവരും ആസ്വദിച്ചു. ആശുപത്രി ജനറൽ മാനേജർ ജേക്കബ് കോര, ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജപാണ്ഡി, നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ആൻമേരി ലൂയിസ്, ഡെപ്യൂട്ടി മാനേജർ ജിജോ വർഗീസ്, കോർഡിനേറ്റർ ജോസ് വർഗീസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എടാ ജോൺസാ, ഇതിന്റെ ഏലക്കാടൊക്കെ എങ്ങനെ? എൻ്റെ അപ്പായിച്ചേട്ടാ, എന്തോ നേലക്കാട്, നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നുമില്ലെന്നേ. വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു. എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ, പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം. അതെ അതെ, ഇപ്പോൾ ഉള്ളവർ കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ. പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ. അല്ല, നീ സാനുമാഷിനോട് ചോദിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീൻ്റെ ജൈവവളമാണ്. മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും. ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക്, ഇതെന്റെ ഉറപ്പാ. അല്ല മാഷേ, ഇതെവിടെ കിട്ടും? ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും. ആയുർ ഗ്രീൻ, മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും.